RuPay, the indigenous card scheme, is created by options A. IMPS, B. RBI, C. NABARD, D. NPCA. ക്വസ്റ്റ്യൻ എന്താണ്? RuPay ഒരു ഇൻഡിജിനിയസ് കാർഡ് സ്കീമാണ്. ഇത് ക്രിയേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ RuPay എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ കൺസ്യൂമറിന് വേണ്ടിയിട്ട് സ്വദേശിയായ ഒരു കാർഡ് സിസ്റ്റമാണ് അല്ലേ. അതായത് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഒരു കാർഡാണ് എന്ത് RuPay എന്ന് പറയുന്നത്. ഇൻഡിജീനിയസ് എന്നുള്ള വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. സ്വദേശിയായിട്ടുള്ള അല്ലെ സ്വന്തമായ കാര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഇന്ത്യൻ കൺസ്യൂമറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത കാർഡാണ് RuPay കാർഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ആര് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ് ക്രിയേറ്റ് ചെയ്തത്? നമ്മുടെ NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI എന്ന് പറയുന്നത് ഒരു RBIയുടെ സ്പെഷ്യലൈസ്ഡ് ഡിവിഷനാണ്. ഇവരെ എന്തിനാണ് RBI അപ്പോയിന്റ് ചെയ്തത്? റീറ്റെയിൽ പേയ്മെന്റ്സ് ആൻഡ് സെറ്റിൽമെന്റ്സ് എന്ത് ചെയ്യാൻ, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ആണ് ഇവരെ ക്രിയേറ്റ് ചെയ്തത്, ഈ NPCI. അപ്പോൾ NPCIയുടെ ഒരു പ്രോഡക്റ്റ് ആണ് എന്ത്, നമ്മുടെ RuPay എന്ന് പറയുന്നത്. അപ്പോൾ RuPay ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. NPCI ആണ്. NPCIയുടെ മറ്റു പല പ്രോഡക്ട്സും ഉണ്ട്. അപ്പം നമ്മളുടെ അടുത്ത് IMPS ഇതിനെ ക്രിയേറ്റ് ചെയ്ത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? നമ്മുടെ NPCI ആണ്. അതും ഇവിടെ ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട്, IMPS. അപ്പം നമുക്ക് മറ്റ് NPCIയുടെ പ്രോഡക്ട്സ് നോക്കാം. ഏതൊക്കെയാണ്? RuPay ഉണ്ട്, IMPS ഉണ്ട്, NACH NACH ഉണ്ട്, പിന്നീട് ABPS ഉണ്ട്, AEPS ഉണ്ട്, NFS, UPI, ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം, NETC, ഇങ്ങനെ ഒട്ടനവധി പ്രോഡക്ട്സുകൾ NPCI ഉണ്ട്. അല്ലെങ്കിൽ ഇവരെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ NPCI ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഇൻഡിജീനിയസ് കാർഡ് സ്കീം ആരാണ്, ഇൻഡിജീനിയസ് കാർഡ് സ്കീമായ RuPay ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മുടെ NPCI ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ D, NPCI.